ഹലോ മച്ചമരി ന്യൂസിലേക്ക് സ്വാഗതം. കളങ്കാവൽ ബുക്കിംഗ് തുടങ്ങി ആദ്യ ദിനം റെക്കോർഡ് തുകയാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് സിനിമയുടെ ബുക്കിംഗ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണേലും ഇന്ന് വൈകുന്നേരം 7:30-ക്ക് ടീസർ കൂടി ഇറങ്ങാൻ പോവുകയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് വേൾഡ് വൈഡ് പ്രീ സെയിൽ 7 മണി വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് 73 ലക്ഷം രൂപയോളം എത്തി എന്നുള്ളത് തന്നെയാണ്. അതായത് റെക്കോർഡാണ്. കളങ്കാവൽ എന്ന സിനിമ ഇറങ്ങാൻ ഇനിയും 4 ദിനം കൂടെ ബാക്കി നിൽക്കുകയാണ്. അത്ര മികച്ച രീതിയിൽ അതിഭയങ്കരമായിട്ടുള്ള ഒരു പടമായിട്ടൊന്നുമല്ല ഈ ഒരു സിനിമ വരുന്നത്. ആകെ ഈ ഒരു സിനിമയുടെ പ്രത്യേകത മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ മികവും ഒപ്പം ഒരു ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റും അതേപോലെ തന്നെ വിനായകൻ്റെ കൊടൂര പെർഫോമൻസും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ തട്ടുപൊളിപ്പൻ ചിത്രമല്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ആ രീതിയിലുള്ള മാസ് മസാല എൻ്റർടൈനർ അല്ലാത്ത ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച തുടക്കം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, ക്വാളിറ്റി അത് മമ്മൂട്ടി സിനിമകൾ കൊണ്ട് അത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ 70 ലക്ഷം രൂപ കടക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു മമ്മൂട്ടി ഫാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരവും. എന്തായാലും മണിക്കൂറിൽ 1800 2000 ടിക്കറ്റുകൾക്കടുത്താണ് ഓരോ മണിക്കൂറും സിനിമയുടേതായി വിറ്റുപോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു ടീസർ കൂടി ആളിക്കത്തുകയാണെങ്കിൽ ഇന്ന് 1 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഈവനിങ് അതായത് 7:30-ക്കാണ് ഇതിൻ്റെ ടീസർ റിലീസിങ് വരാൻ പോകുന്ന ഗംഭീര പരിപാടിയായിട്ട് മമ്മൂട്ടി ക്രൗൺ പ്ലാസ അവിടെയാണ് അതിൻ്റെ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ ചാനലിലും അതുപോലെ തന്നെ മറ്റ് ചാനലുകളിലുമൊക്കെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 50 ലക്ഷം രൂപ കടക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ചോദ്യം. ആദ്യ ദിനം 4 ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള പ്രീ സെയിലിലൂടെ സിനിമ 50 ലക്ഷം കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താണേലും 42 ലക്ഷം രൂപയോളം കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അത് 50 ആയിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഏറെ പ്രതീക്ഷയോടെ ഏറെ നാളുകൾക്ക് ശേഷം ഒരു മമ്മൂട്ടി ചിത്രം വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ആരാധകർ മാത്രമല്ല ഓരോ പ്രേക്ഷകനും കാത്തിരുന്ന ചിത്രമാണ്. ഒപ്പം മലയാളത്തിൽ അതിഗംഭീര പെർഫോമൻസ് നടന്മാർ ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ സമീപകാലത്ത് ഒരേ രീതിയിൽ തന്നെ അതിഗംഭീരമായിട്ടുള്ള ചിത്രങ്ങൾ നൽകുന്ന ഒരേയൊരു നടൻ തന്നെയുള്ളൂ, അത് മമ്മൂട്ടി. സ്ഥിരതയോടെ നൽകുന്ന നടൻ അത് മമ്മൂട്ടി മാത്രമാണ്. അപ്പോൾ കാത്തിരിക്കാം, 1 കോടി ഇന്ന് നേടുമോ എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. കമൻസിലൂടെ പറയാം. അപ്പോൾ ടീസർ കാണാൻ കാത്തിരിക്കുന്നവർ കമൻസിലൂടെ വരാം. വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു ബ്രോസ്.